വിന്റേജിലേക്ക് വന്നു അല്ലേ? വിന്റേജ് കളക്ഷൻ. ഇത് വിന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ BM-ന്റെ E36 ആണ്. ഹാർഡ് ടോപ്പ് കൺവേർട്ടബിൾ ആണ്. ഹാർഡ് ടോപ്പ് കൺവേർഷൻ വരുന്ന മാനുവലും സോഫ്റ്റ് ടോപ്പും കൂടി ഉണ്ട് ഇതിന്. കമ്പനിയിൽ തന്നെ രണ്ട് ഓപ്ഷൻ ആയിട്ട് വന്നിരുന്ന വണ്ടിയാണ്. BMW M340iയും അതുപോലെ തന്നെ BMW-ന്റെ 330Li M സ്പോർട്ടും ആണ്. ലോങ് വീൽ ബേസ്. അതെ, 2023 മോഡലാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ജസ്റ്റ് ഒരു കൊല്ലം ആവുന്ന ഒരു വേരിയന്റ്. BM-ന്റെ ഒരു ഇതിൽ നോക്കുക X5-ന്റെ അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ്. പോർഷെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ഡെയിലി ഡ്രിവൺ സ്പോർട്സ് കാർ എന്നുള്ളൊരു പേരാണ് പോർഷെയ്ക്ക്. നമ്മുടെ ഫാമിലി SUV-കളുടെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഒരു ഫുൾ സൈസ്ഡ് 7 സീറ്റർ. നമുക്ക് 15 ഇയേഴ്സ് വരെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് പോർഷെയ്ക്ക് പറ്റും. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഡീസൽ വേരിയന്റ് ആണ്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പ്രീമിയം ലക്ഷറി കാറിന്റെ കളക്ഷൻസ് ആയിട്ടാണ്. വന്നിരിക്കുന്ന സ്ഥലം റോഡ്വേയിലാണ്. കാലിക്കറ്റ് തൊണ്ടയാടാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. റോഡ്വേയിൽ നമ്മൾ ഇതിന്റെ മുൻപേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് യൂണീക് കളക്ഷൻസ് കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോൾ. അപ്പോൾ റോഡ്വേയിൽ നമ്മളെ കൂടെ ഉള്ളത് ഇവിടുത്തെ സെയിൽസ് ഹെഡായ സൗരഭാണ്. വെൽക്കം ബാക്ക്. പുതിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ? എത്ര കളക്ഷൻസ് ഉണ്ട്? നമുക്ക് അറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30+ കാർസ് നമ്മുടെ ഉണ്ട്, സ്റ്റോക്ക് സെയിലിനായിട്ട്. അത് കൂടാതെ നമുക്കിപ്പോ പുറത്തുനിന്നും കുറച്ച് വണ്ടികളുണ്ട് നമ്മുടെ കുറച്ച്. ഈ പറഞ്ഞ പോലെ വിന്റേജ് കാറ്റഗറി വണ്ടികളാണ് ഉള്ളത്. അങ്ങനെ കുറച്ച് വണ്ടികളും കൂടി അവൈലബിൾ ആണ്. ഇനി നമുക്ക് നമ്മളെ കയ്യിൽ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിലും നമ്മള് പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുന്ന ഇതുണ്ടല്ലോ. അപ്പൊ റോഡ്വേന്റെ നമ്മൾ ഇതിന്റെ മുൻപേ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും എടുത്ത് പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്? നമ്മൾ ചെക്ക് ചെയ്ത അഷ്യൂർഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് നമ്മൾ റീസെയിൽ ചെയ്യുന്നത്. അപ്പൊ അത് ഏത് ബ്രാൻഡ് ആണെങ്കിലും, ഇപ്പൊ അത് പോർഷെ ആണെങ്കിലും ബെൻസ് ആണെങ്കിലും BM ആണെങ്കിലും എല്ലാം നമ്മൾ ഇവിടുന്ന് റീസെയിൽ ചെയ്യുമ്പോൾ റോഡ്വേന്ന് പോകുന്ന ഒരു കാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യും. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഒരു ഓതറൈസ്ഡ് ഡീലേഴ്സ് എടുക്കുന്നു, അതേ കാര്യം തന്നെയാണ് റീസെല്ലിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് റോഡ്വേന്ന് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളൊരു 3 years ആയി നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 years ഇതേപോലെ സക്സസ്ഫുള്ളി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വണ്ടികളുടെ ക്വാളിറ്റിയും കൂടി ഒരു ഇതാണ്. ശരിയാണ്. കേരളത്തിൽ ഇപ്പൊ എത്ര ഷോറൂമുകള്? നമുക്ക് ഇവിടെയും കണ്ണൂരാണ് ഫസ്റ്റ് വന്ന് നമുക്ക് കോഴിക്കോടാണുള്ളത്. കണ്ണൂർ ഓപ്പറേഷൻസ് എല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ കാലിക്കറ്റ് തൊണ്ടയാട് ബൈപ്പാസ് ഫ്ലൈഓവറിന്റെ അടുത്തുള്ള സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത് തന്നെയാണ്. ഗൂഗിളിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അതെ. അപ്പൊ കളക്ഷൻസ് നോക്കിയാലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് നോക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വിന്റേജിലേക്ക് വന്നു അല്ലേ? വിന്റേജ് കളക്ഷൻ. ഇത് വിന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ BM-ന്റെ E36 ആണ്. E36 വരുമ്പോൾ നമുക്ക് ഇതിൽ E36 തന്നെ 2 വേരിയന്റ്സ് വരുന്നുണ്ട്. 4 ഡോറും വരുന്നുണ്ട്, 2 ഡോർ വരുന്ന വണ്ടികളുണ്ട്. ഇതൊരു പ്യോർ കാബ്രിയോലെ സെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. ഹാർഡ് ടോപ്പ് കൺവേർട്ടബിൾ ആണ്. ഹാർഡ് ടോപ്പ് കൺവേർഷൻ വരുന്ന മാനുവലും സോഫ്റ്റ് ടോപ്പും കൂടി ഉണ്ട് ഇതിന്. കമ്പനിയിൽ തന്നെ 2 ഓപ്ഷൻ ആയിട്ട് വന്നിരുന്ന വണ്ടിയാണ്. അത് രണ്ടും ഒറ്റ വണ്ടിയിൽ തന്നെ. നോർമലി നമ്മൾ കാണാം ഒന്നെങ്കിൽ ഹാർഡ് ടോപ്പ് അതല്ലെങ്കിൽ സോഫ്റ്റ് ടോപ്പ്, ഇങ്ങനെയാണ് വരിക. ഇത് നേരത്തെ 2 ഡോറിന്റെ ഹാർഡ് ടോപ്പും സോഫ്റ്റ് ടോപ്പും ഒറ്റ വണ്ടിയിൽ യൂണീക്ക്. അതെ. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ കിലോമീറ്റർ വളരെ കുറവ് ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ ആണ്. മോഡൽ ഏതാ വരുന്നത്? ഇത് വരുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ 95 ആണ്. 95 അത് മാനുവൽ ആണ്. 95 മാനുവൽ ആയിട്ടുള്ള ഒരു യൂണീക്ക് ഐറ്റം. നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് ക്രിസ്മസ് സംബന്ധിച്ച് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. കളർ ഗ്രീൻ ആണ്. അതെ, സ്റ്റോക്ക് കളേഴ്സ് തന്നെയാണ്. ഇതില് സ്റ്റോക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല. ആകെ ഉള്ളത് ഒരു എൻകാൻ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാം പ്യുവർ സ്റ്റോക്കാണ്. ഇന്റീരിയേഴ്സ് അടക്കം നോക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ കേരളത്തില് ഏകദേശം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ ഒരു? ഇല്ല, E36 അവൈലബിൾ ആണ്. പക്ഷെ E36ന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് വളരെ കുറവാണ്. അതാണ് യൂണീക്ക്. അതാണ് റോഡ്വേന്റെ ഒരു പ്രത്യേകത. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയപ്പോ ഒരു ആസ്കിംഗ് വരുന്നത് 35 lakhs ആണ്. വിന്റേജ് കാറ്റഗറി ആയത് കാരണം കൊണ്ട് ഇതിനൊക്കെ ഒരു മോഹ വിലയാണ്. ശരിയാണ്. ഇതിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയണത് ഇല്ല. വീഞ്ഞിന്റെ വില ഇങ്ങനെ കൂടി വരുന്നുള്ളത് പറഞ്ഞാലേ ഇത് കയ്യിലിരിക്കും തോറും ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ ശരിക്കും അതാണ് മോഹവിലയാണ്. ശരിക്കും ഒരു വിന്റേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീട്ടിൽ ഇട്ടാൽ തന്നെ അതൊരു ഇതാണ്, ഒരു പ്രൗഡിയാണ്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഒരു E30 ഉണ്ട്.
ഓ E30 അത് വളരെ ഒരു റയർ കളക്ഷനിൽ വിടുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഒറ്റ ഓണർഷിപ്പിലുള്ള ഒരു വിന്റേജ് വണ്ടിയാണ്. അങ്ങനെ ഒരു വിന്റേജ് കാറ്റഗറി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയർ ആയിട്ടുള്ള കാര്യം. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഡീസൽ വേരിയന്റ് ആണ്. ഓക്കെ. നമുക്ക് നോർമലി എല്ലാ വെഹിക്കിൾസും റൈറ്റ് ഹാൻഡ് ആണ് കിട്ടുക, ചിലതാണ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്ഷൻസിലോട്ട് കിട്ടുക. ലെഫ്റ്റ് ഹാൻഡിൽ ഡീസലും കൂടിയാണ്, മാനുവൽ ഡീസൽ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നേരെ കോണ്ടാക്ട് ചെയ്തോളി. ആരെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് യൂണീക് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റോഡ്വേയിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇതിന് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, നമുക്ക് ഫിനാൻസിന്റെ കേപ്പ് വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 പ്ലസ് വരുന്ന വെഹിക്കിൾസിന് ട്രൈ ചെയ്യാം. 14 പ്ലസ് വരുന്ന വെഹിക്കിൾസ് അവൈലബിൾ ആയിരിക്കും. കാരണം ഇവർ വെക്കുന്ന നോംസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമുക്കൊരു ലൈഫ് ടാക്സിന്റെ പീരീഡ് തീരുന്നതിന് ഒരു 4 ഇയേഴ്സ് മുമ്പ് ഫിനാൻസ് കംപ്ലീറ്റ് ആവും. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ്, ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് ടാക്സ് തീർന്ന് കിടക്കുന്ന വണ്ടികളാണ്. ഇങ്ങനത്തെ വെഹിക്കിളിന് ഫിനാൻസ് കിട്ടില്ല, കുറച്ച് കിട്ടില്ല, ഡിലേ ഉണ്ടാവില്ല. ഉള്ളത് ഒരു പേഴ്സണൽ ലോൺ അങ്ങനെ എന്തെങ്കിലും നോക്കിയെടുക്കണം. പിന്നെ എപ്പോഴും വിന്റേജ് യൂസ് ചെയ്യുന്ന ഒരു റെഡി ക്യാഷ് ബയേഴ്സ് ആയിരിക്കും കൂടുതലും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, കാരണം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയായിരിക്കും. കോമൺ ഡൗട്ട് ആണ് എല്ലാവരുടെയും. നമുക്ക് ഏത് വർഷം തൊട്ടാണ് ഫിനാൻസ് ഇടുക? നമുക്കൊരു 10-12 ഉള്ളതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളൂ. അത് ഡിപ്പെൻഡിങ് ഓൺ പ്രൊഫൈലും വണ്ടിയും അനുസരിച്ചിരിക്കും ഫിനാൻസ് വരല്. നമുക്കൊരു 14-15 പ്ലസ് ഉള്ള മോഡൽസിന് നമുക്ക് ഫിനാൻസ് ഈസി ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും. Assured ആയിട്ട് എടുത്തു കൊടുക്കാം. അടുത്ത വണ്ടി നോക്കിയാലോ? അടുത്ത വണ്ടി നോക്കാം. ഇത് നമ്മൾ വന്നിരിക്കുന്നത് പോർഷേന്റെ കെയ്മാൻ ആണ്, 718 ആണത്. 718 നമുക്കൊരു പോർഷെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ഡെയിലി ഡ്രിവൺ സ്പോർട്സ് കാർ എന്നുള്ളൊരു പേരാണ് പോർഷയ്ക്ക് ഉള്ളത്. എസ്പെഷ്യലി ഈ റെഡ് കളർ. അതെ, ഞാൻ ഈ ഷോറൂമിലേക്ക് കയറി വന്നപ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്ത ഫസ്റ്റ് വണ്ടി ഇത് തന്നെയായിരുന്നു. കാരണം ഈ റെഡ് കളർ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ നാട്ടിലൊരു പല രീതിയിലും പല ബ്രാൻഡ് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഇടയിലൊക്കെ ഒന്ന് മാറിക്കുന്നൊരു, നമുക്ക് ഫസ്റ്റ് സ്പോർട്സ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരെ പോർഷയാണ്. കാരണം ഇത് ഡെയിലി ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇഷ്ടംപോലെ സ്പോർട്സ് കാർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഒരു ലംബോർഗിനി അങ്ങനെ ഡെയിലി ആരും എടുത്തോണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നോക്കുമ്പോൾ പോർഷെ നോർമലി ഡെയിലി സ്പോർട്സ് കാർ ആയിട്ടും യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. നമ്മൾ കോഴിക്കോട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തായ് ഗ്രൂപ്പിന്റെ ആള് ആഷിഖ് തന്നെ ഉണ്ട്, ഡെയിലി ഓഫീസിൽ വന്നു പോകുന്ന പോർഷയിലാണ്. നമ്മള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വണ്ടി കാണാൻ ഭയങ്കര റയറാണ്. ഇതിപ്പോ റോഡിലൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് പ്രിയോണ്ട് സെഗ്മെന്റ് വന്നപ്പോൾ ഏറ്റവും വലിയൊരു ഇതാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ വണ്ടി നമുക്കൊരു അഫോർഡബിൾ ബഡ്ജറ്റിലും കൂടി കിട്ടും. നമുക്കിത് നോർമലി വരുമ്പോൾ 2 CR ആ ഒരു പ്രൈസിംഗിലേക്ക് പോകുന്ന ഒരു വെഹിക്കിൾ നമുക്കിപ്പോൾ ഇതിവിടെ സെയിലിന് ഇട്ടിട്ടുള്ളത് 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിൾ. ആകെ ഓടിയിട്ടുള്ള 10,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഈ ഒരു വണ്ടി നമ്മൾ കൊടുക്കാനിട്ടേക്കുന്നത് 1,05,00,000 രൂപയ്ക്കാണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 1,05,00,000 അല്ലേ? ഓൾമോസ്റ്റ് നല്ലൊരു ഡിപ്രിസിയേഷൻ തന്നെ വന്നു. പിന്നെ പോർഷയ്ക്ക് ഏറ്റവും വലിയ ഇത് എന്തുകൊണ്ട് പോർഷെ നമ്മൾ ഈ ഡെയിലി ഡ്രിവൺ സ്പോർട്സ് കാർ ആയിട്ടും എല്ലാവരും ചൂസ് ചെയ്യണതിന്റെ ഒരു റീസൺ, ഈ പറഞ്ഞ പോലെ നമുക്ക് പോർഷെ ഡെയിലി ഡ്രിവൺ ആയിട്ട് നമ്മളിവിടെ നാട്ടിൽ കാണുന്നതിന്റെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോർഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ വാറണ്ടിയുടെ ഒരു ഇതുണ്ട്. നമുക്ക് 15 ഇയേഴ്സ് വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് പോർഷയ്ക്ക് പറ്റും. ഈവൻ നമുക്ക് വാറണ്ടി ലാപ്സ് ആയി പോയാൽ പോലും നമുക്ക് ഈ പോർഷേനെ വീണ്ടും പോർഷെ സർവീസ് സെന്ററിൽ ചെന്ന് 111 ചെക്കപ്പ് ചെയ്ത് വീണ്ടും നമുക്ക് ഇതിന് വാറണ്ടി എലിജിബിൾ ആക്കാൻ പറ്റും. അത് പുതിയൊരു അറിവാണ് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. പോർഷെ എന്ന് പറയുന്ന ബ്രാൻഡ് അത് പ്രൊവൈഡഡ് ആണ്. 15 ഇയേഴ്സ് വരെ അവരുടെ വാറണ്ടിക്ക് അവർ 3 ഇയേഴ്സ് ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. 3 ഇയർ ക്യാപ്പ് വെച്ച് പോകുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ വാറണ്ടി ലാപ്സ് ആയി പോയതാണെങ്കിൽ പോലും നമുക്ക് അതിന്റെ വാറണ്ടി റിന്യൂ ചെയ്തെടുക്കാം. കാരണം അവർക്കൊരു ചെക്കപ്പ് ഉണ്ട്, ആ ചെക്കപ്പിന്റെ പേര് 111 ആണ് വരുന്നത്. ചെക്കപ്പ് ചെയ്ത് നമുക്ക് വീണ്ടും വാറണ്ടിക്ക് എലിജിബിൾ ആക്കാം. വാറണ്ടി എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഓരോ പാർട്സിന്റെ ഒക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ആണ്. അപ്പൊ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക് വന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വന്ന 1.05 അല്ലേ? 1.05 CR ആണ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് ഫിനാൻസ് കിട്ടില്ല? പിന്നെന്താ, എന്തായാലും ഫിനാൻസ് ഡിപെൻഡൻസ് നമുക്ക് വേണമെങ്കിൽ ഫുൾ ലോൺ വരെ കിട്ടും. ഡിപെൻഡ്സ്. അപ്പൊ അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഏകദേശം ഫുൾ ലോൺ വരെ കിട്ടാവുന്ന നല്ലൊരു മോഡലും കൂടിയാണ്. ഇതിന്റെ എക്സോസ്റ്റ് ആണ് നമ്മളിപ്പോ കേട്ടത്, കെയ്മാൻ 718. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് BMW-ന്റെ X3 ആണ്. ഇത് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും പ്രിയോണ്ട് കാസ് എടുക്കുന്നതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു വേരിയന്റ്. ഇത് 2023 മോഡലാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ജസ്റ്റ് ഒരു കൊല്ലം ആവുന്ന
ഒരു വേരിയന്റ് ആണ്. ഓഹോ. ഇത് ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയുകയാണെന്നുണ്ടെങ്കിലാണ് വീണ്ടും ഹൈലൈറ്റ് വരുന്നത്. വെറും 4395 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇതല്ലേ വെറും ലോ കിലോമീറ്റർ വണ്ടിയാണ്, 4000 കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടിക്ക് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് അറൗണ്ട് ഒരു 90 lakhs അടുത്ത് കോസ്റ്റ് വരുന്ന ഒരു വണ്ടിയാണ്. ഇതിപ്പോ നമ്മള് 4000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ആക്സറി ആയിട്ട് ഡാഷ് ക്യാം BME തന്നെ ചെയ്തിട്ടുള്ളതാണ്. വാറന്റി ഉള്ള വണ്ടിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 lakhs ആണ്. 75 lakhs. ഓൾമോസ്റ്റ് ഡിപ്രിസിയേഷൻ നോക്കുമ്പോൾ 15 lakhs അടുത്തൊരു ഡിപ്രിസിയേഷൻ ഉണ്ട്. ഓക്കെ. നമ്മൾ ഒരു കൊല്ലം അങ്ങനെ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ എടുക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് വന്ന് എടുത്തിട്ട് പോവാം. നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് 2023 മോഡല്, ലോ കിലോമീറ്റർ ആണ്, നല്ല ബ്ലൂ കളറ്. അതെ, ബ്ലൂ കളറാണ്. രജിസ്ട്രേഷൻ എവിടെയായിരുന്നു? കോഴിക്കോട് തന്നെ. K11 വണ്ടി തന്നെയാണ്. K11 വണ്ടി കൂടിയാണ് കേട്ടോ. അതാണ് മറ്റൊരു ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ BM എപ്പോഴും ഈ പറഞ്ഞ പോലെ ഡ്രൈവേഴ്സ് കാർ ആണ്, കോമ്പാക്ട് ആണ്. X3 എന്ന് പറയുന്ന ഒരു വണ്ടി ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു SUV, ഒരു കോമ്പാക്ട് SUV ആണ്. നമുക്ക് സ്പേഷ്യസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേഷ്യസ് ആണ്. ഫീച്ചർ റിച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഫീച്ചർ റിച്ച് ആണ്. അതുപോലെ തന്നെ ഡെയിലി ഡ്രോൺ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മൈലേജ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വെഹിക്കിളാണ്. അത്യാവശ്യം നമുക്ക് ഒരു 14-15 വരെ മൈലേജ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു X3 ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ഒരു GLE 8 അല്ലേ? അതെ, നമ്മളിപ്പോ നേരത്തെ X3 കണ്ടു. X3യുടെ ഈ പറഞ്ഞ പോലെ ഒന്നും കൂടി സൈസ് കൂടിയൊരു ടൈപ്പാണ്. ഇപ്പൊ ബെൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് X3 BMന്റെ ഒരു ഇതിൽ നോക്കിയാൽ X5ന്റെ അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ് ബെൻസിന്റെ GLE. GLE 300D ആണ്. നമുക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. നമുക്ക് നോർമലി ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് ഇറങ്ങുന്ന ടൈമിൽ അറൗണ്ട് ഒരു 1 crore പ്ലസ് ഉണ്ട് നമുക്ക് ഇതിന്റെ വാല്യൂ ഓൺ റോഡ് വരുമ്പോൾ. നമുക്കിപ്പോ ഇത് 82 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2021 മോഡലാണ് വണ്ടി വരുന്നത്. മെയിൻറ്റൈൻഡ് ആണ്, ഷോറൂം ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ചോദിക്കട്ടെ, ബാക്കി എല്ലാത്തിനും നമ്മളിവിടെ ഉള്ള വണ്ടിക്കൊന്നും റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ? അത് നമുക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയുന്ന മേജർ ആക്സിഡന്റ്സും ഫ്ലഡും. അപ്പൊ നമുക്ക് വണ്ടികൾക്ക് ചെറിയ ചെറിയ തട്ടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഒരു നമുക്കൊരു ഷോറൂം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ ചെയ്യും. ഒരു ബെൻസിൽ തന്നെ സർവീസ് ചെയ്ത് പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ ഇവിടെ വെക്കുന്നതിന്റെ ക്ലാമ്പ് പോയാൽ നോർമൽ സ്ഥലങ്ങളാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ സർവീസ് സെന്റർ ആണെങ്കിൽ അവരത് എങ്ങനെയും ഇതാക്കി തരും. പക്ഷെ ബെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് അപ്പൊ തന്നെ റീപ്ലേസ് ചെയ്യും. സെയിം തന്നെ ഇപ്പൊ നമ്മൾ പോകുമ്പോ ഇപ്പോ ഈ കോർണർ ഈ ഒരു പോർഷൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും തട്ടി കോമൺലി പറ്റാവുന്ന നോർമൽ സ്ഥലങ്ങളാണെങ്കിൽ ഈ കാണുന്ന അലുമിനിയം ട്രിം മാത്രം അവർ മാറ്റി തരും. ബെൻസിലാവുമ്പോ അങ്ങനത്തെ വർക്കുകൾ അവർ ചെയ്യില്ല, അവരിത് ഫുൾ റീപ്ലേസ് ആണ്. സെയിം തന്നെ ഇപ്പൊ നമുക്ക് ചെറിയ പറഞ്ഞ പോലെ ഈ ഫെൻഡറും ഒരു സ്ക്രാച്ച് വന്നു ഇത്തിരി ഡെപ്ത് ഉള്ളത്. നോർമൽ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇത് ടിഗറിങ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഡെന്റ് മാറ്റും. ബെൻസിൽ അങ്ങനത്തെ വർക്കുകൾ ചെയ്യില്ല. അവരെന്താന്ന് പറഞ്ഞാൽ ഈ ഫെൻഡർ അടക്കം റീപ്ലേസ് ആണ് ചെയ്യുക. ശരിക്കും അങ്ങനത്തെ റീപ്ലേസ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന ആൾക്ക് നല്ലതാണ്. കാരണം റീവർക്ക് ചെയ്ത മെറ്റീരിയൽസ് ഉണ്ടാവില്ല. നമുക്ക് ആക്സിഡൻസോ തട്ടല് മുട്ടല് എന്ന് പറയുന്നത് വണ്ടിക്ക് എഫക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഷാസി ഉണ്ട്, ഷാസിക്ക് എഫക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ഷെല്ലിനെ പ്രോപ്പർലി എഫക്റ്റ് ആവണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ വണ്ടികൾ നമ്മൾ കൊടുക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനത്തെ വണ്ടി എത്ര റിപ്പയർ ചെയ്താലും അതിന് ആ ഹെൽത്ത് പഴയ പോലെ കിട്ടണമെന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് മേജർ ആക്സിഡന്റ് വന്ന വണ്ടികൾ ചെയ്യില്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വൺസ് ഒരു വണ്ടി മേജർ ആയിട്ടൊരു ആക്സിഡന്റ്, മേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെല്ലിനോ ഷാസിക്കോ എന്തെങ്കിലും പറ്റുന്ന ടൈപ്പ് ഒരു ആക്സിഡന്റ്, അങ്ങനെ ഒരു ആക്സിഡന്റിൽ പെട്ട വണ്ടികൾ വീണ്ടും ആ പഴയ ഒരു ലയബിലിറ്റി ആ വണ്ടിക്ക് ഉണ്ടാവണമെന്നില്ല. അതാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാറ്. മൈനർ ആക്സിഡൻസ് ആയിട്ട് കൂട്ടുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ബമ്പർ തട്ടിയിട്ടുണ്ടാവും, ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും, ഹുഡ് ബമ്പറും ഹെഡ്ലൈറ്റും ചിലപ്പോൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ പറഞ്ഞ പോലെ ഒരു ബൈക്ക് തട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 3 പോർഷനും ബെൻസിലും റീപ്ലേസ് ചെയ്യും. ബാക്കിൽ ഒരു വണ്ടി തട്ടി കഴിഞ്ഞാൽ ആ 3 പോർഷനും റീപ്ലേസ് ചെയ്യും. അങ്ങനെ ടെയിൽ ലൈറ്റും ബമ്പറും ബൂട്ടും റീപ്ലേസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു മേജർ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ബമ്പർ, ബോണറ്റ്, ലൈറ്റ്, ഫ്രണ്ട് ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, ഒറ്റ സ്ട്രെച്ചിലാണെങ്കിൽ അതൊരു മേജർ ആക്സിഡന്റ് ആണ്. നമ്മുടെ ചെക്കിങ്ങിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എഞ്ചിന്റെ സൈഡിൽ വരുന്ന പേസ്റ്റിങ്ങുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വണ്ടി എടുക്കുള്ളൂ. ഇപ്പൊ ചില വണ്ടികളുണ്ട്, നമ്മുടെ കയ്യിൽ കിടക്കുന്ന വണ്ടികളിൽ തന്നെ 2 വണ്ടിക്ക് ഫ്രണ്ട് ഗ്ലാസ് മാറിയതാ, ആക്സിഡന്റിൽ മാറിയതല്ല. ഈ പറഞ്ഞ പോലെ ബൈ റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റോൺ ഹിറ്റ് വന്നിട്ട് മാറിയ ഗ്ലാസ്സുകളാണ്. ഈ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ
എപ്പോഴും ഒരു മുമ്പിൽ ഒരു ലോറി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റോൺ വന്ന് ഹിറ്റ് ചെയ്താൽ പോലും ആ സ്പീഡ് കാരണം ഒരു ക്രാക്ക് വീഴാം. ആക്സിഡന്റ് അല്ല, പക്ഷെ അത് എപ്പോഴും കസ്റ്റമറിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഇതാവുള്ളൂ. കാരണം ഗ്ലാസ് റീപ്ലേസ് ചെയ്തെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആക്സിഡന്റ് ആണ്. ഗ്ലാസ് റീപ്ലേസ് ചെയ്യൽ ഒരിക്കലും ആക്സിഡന്റ് അല്ല. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന നേരത്തെ ഒരു ചെറിയൊരു കല്ല്, അത് ചിലപ്പോൾ കല്ലിന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് കാരണം ചിലപ്പോൾ ഒരു ക്രാക്ക് വരാം. അപ്പൊ അതൊക്കെ റീപ്ലേസ് ചെയ്യുന്നത്. റീപ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു രീതിയിൽ നല്ലതാണ്, കാരണം റീവർക്ക് ചെയ്യുന്നതിലും ഏറ്റവും നല്ലതാണ് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷെ മേജർ ആക്സിഡന്റ് വന്ന് റീപ്ലേസ് ചെയ്യുന്ന വണ്ടികൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല, നമ്മൾ സെയിൽ ചെയ്യും. ഇതിന്റെ പ്രൈസിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 82 ആണ്, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മള് GLS വന്നല്ലേ? അതെ, നമ്മുടെ ഫാമിലി SUV-കളുടെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഒരു ഫുൾ സൈസ്ഡ് 7 സീറ്റർ. ഒരുപാട് പേരുടെ സ്വപ്നമാണ്, സ്വപ്ന വാഹനമാണ് GLS. നമുക്ക് എപ്പോഴും ബെൻസിന്റെ ഒരു കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് GLA തൊട്ടങ്ങോട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഫുൾ സൈസ്ഡ് SUV എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ GLE 5 സീറ്ററിലും GLS പ്യുവർ 7 സീറ്റർ ആയിട്ടും ആണ് വരുന്നത്. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്, ട്രാവൽ ചെയ്യാൻ കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ്. ഇപ്പൊ 350D നമുക്ക് ഇതിൽ വന്നപ്പോ 2019 വരെയാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നിന്നിരുന്നത്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഇൻ ഒരു 13 ആ ഒരു കാലഘട്ടത്തിൽ GL എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് GLE ആൻഡ് GLS അങ്ങനത്തെ കാറ്റഗറിയിലോട്ട് മാറിയത്. GLS വന്നു തുടങ്ങി 2019 വരെ ഈ ഒരു ഷേപ്പിലാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത്തിരി കൂടി ഒരു ഫ്ലൂയിഡിക് ഡിസൈനിലോട്ട് വന്നു. അത് വന്നപ്പോഴത്തേക്കും GLS 400 450 ആയി മാറി. ഇതിപ്പോ വന്നിരിക്കുന്നത് മോഡല് 2019 മോഡലാണ്. മോഡല്. പിന്നെ രജിസ്ട്രേഷൻ വരുന്നതൊക്കെ ഒറിജിനൽ കേരള തന്നെയാണ്. KL 47 ഇത് രജിസ്റ്റർ ചെയ്തത്. നമ്മൾ അധികം പ്രിപ്പയർ ചെയ്തത് കേരള മാത്രമാണോ? അതെ, നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊക്യൂറിങ് കേരള മാത്രമാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കോഴിക്കോടാണ് ഷോറൂം ഉള്ളതെങ്കിൽ പോലും നമ്മൾ പാൻ ഇന്ത്യ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോ ഇവിടെ നിന്ന് തന്നെ പഞ്ചാബിലേക്കും അവിടെയൊക്കെ നമ്മൾ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ വെഹിക്കിൾസും ചെയ്യുന്നുണ്ട്. നമ്മൾ കേരള കളക്ഷൻസ് ആണ് നമ്മുടെ കൂടുതലുള്ളത്. പിന്നെ കുറച്ച് എക്സോട്ടിക്സിലേക്ക് പോകുമ്പോൾ കേരള നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പോ ജീപ്പ്, ചെറോക്കി, SRT അങ്ങനത്തെ കാറ്റഗറിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതർ സ്റ്റേറ്റ് ആയിരിക്കും അവൈലബിൾ ഉണ്ടാവുക. നമ്മുടെ മസ്താങ് അങ്ങനത്തെ വണ്ടികളൊക്കെ ചിലപ്പോൾ പോണ്ടിച്ചേരിയോ HRO അതൊക്കെ ആയിരിക്കും. ഏത് രജിസ്ട്രേഷൻ ആണെങ്കിൽ നമ്മൾ സെയിം ആണ് നമ്മുടെ പ്രൊക്യൂറിംഗിന്റെ സ്റ്റൈൽ. നമ്മൾ ഇവിടുന്ന് അതർ സ്റ്റേറ്റ് വണ്ടിയാണെങ്കിൽ നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ എടുക്കുക. ഇത് കിലോമീറ്റർ വരുമ്പോൾ 50,000 താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് അറൌണ്ട് ഒരു 76 lakhs ആണ്. നമുക്ക് 78 lakhs ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലോണ് ഫിനാൻസ് ഈസി ആയിട്ട് നമുക്കിത് അറൌണ്ട് ഒരു 1 CR പ്ലസ് വന്നിട്ടുള്ള വണ്ടിയാണ്. അന്ന് ബാക്ക് ഇൻ 90 നോക്കുമ്പോൾ ഒരു ഓടി സംതിങ് 1.9 1.10 ആ റേഞ്ചിൽ നമുക്ക് പ്രൈസിങ് വന്നിട്ടുണ്ട്. അന്ന് 2020 ശേഷമാണ് പുതിയ മോഡൽ വന്നിട്ടുണ്ടായത്. ഈ GLSന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം. നമ്മളൊരു ഇന്നോവയ്ക്ക് എപ്പോഴും പ്രൈസ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഇതിനെപ്പോഴും പ്രൈസ് വാല്യൂ താഴാത്തൊരു വണ്ടിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ GLS ബാക്ക് ഇൻ 20 ഇറങ്ങുന്നത് 1,28,00,000 രൂപയ്ക്കാണ്. ആ വണ്ടികൾ തന്നെ യൂസ്ഡ് മാർക്കറ്റിൽ 1.25-നും 1.28-നും വിറ്റുപോയിട്ടുള്ള സമയങ്ങളുണ്ട്. ഇപ്പൊ ആ വണ്ടിയുടെ പ്രൈസ് ഹൈക്ക് പോയി നിൽക്കുന്നത് 1.5-1.25 അടുത്തേക്കാണ്. അതാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. കാരണം അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. മെയിൻറ്റെയിൻ ചെയ്താൽ അത്രയും അധികം കംഫർട്ട് വരുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് നോക്കിയാലും മോശം പറയാത്ത മൈലേജും ഉണ്ട്. അപ്പൊ നല്ലൊരു GLS ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്ത വണ്ടി നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും BMന്റെ ഒരു യൂണീക്ക് കളക്ഷൻസിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഒരു BMW M340i അതുപോലെ തന്നെ BMWന്റെ 330 Li M സ്പോർട്ടും ആണ്. ലോങ് വീൽ ബേസ്. അതെ, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 2023 മോഡലാണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് 2023 ഡിസംബർ മോഡലാണ്. നമ്മള് ക്രിസ്മസ് ഫെസ്റ്റിവൽ സീസൺ നോക്കുമ്പോൾ റെഡ് തീമിൽ തന്നെ വരുന്ന ഒരു കൊല്ലം ജസ്റ്റ് ആയിട്ടുള്ളൂ. ഇതിന് വരുമ്പോൾ നമുക്ക് 26 വരെ വാറന്റിയും സർവീസ് പാക്കേജും വരുന്ന വണ്ടിയാണ്. ഇതിലും ഞാൻ പറയുമ്പോൾ ഞെട്ടാൻ പോകുന്നത് ഇതിന്റെ കിലോമീറ്റർ ആണ്.
ആഹാ. ഇതിന്റെ കിലോമീറ്ററും വരുന്നത് 5000 ബിലോ ആണ്. 4875 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഒരു ലോ കിലോമീറ്റർ ആയിട്ടുള്ള നല്ല M340 ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് നോക്കുമ്പോൾ 23 മോഡലാണ്, 24 രജിസ്റ്റേർഡ് ആണ്, 24 ഫോർത്ത് മന്ത് രജിസ്റ്റേർഡ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 മാസം പഴക്കം കഷ്ടിച്ച 8 മാസം ആയിട്ടുള്ളൂ. ഇത് പോണ്ടിച്ചേരി രജിസ്റ്റേർഡ് വണ്ടിയാണ് വരുന്നത്. ഇത് നമുക്ക് ആസ്കിങ് വരുന്നത് 58 ആണ്. 58 lakhs ആസ്കിങ് പ്രൈസ് വരുന്നത്. ഓക്കെ. കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിലോമീറ്റർ വരുന്നത് ബിലോ 30,000 ആണ്. 28. അത്യാവശ്യം നല്ല ഇൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കൊണ്ടുനടന്നിരുന്നത്. പുള്ളി പറഞ്ഞ പോലെ വണ്ടി എടുത്ത് ഈ പറഞ്ഞ കസ്റ്റം ബമ്പേഴ്സ് ഒക്കെ M340 ബമ്പേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളി ഡെയിലി ഡ്രിവൺ ആയിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരു വണ്ടിയാണ്. രണ്ടും സിംഗിൾ ഓണർഷിപ്പ് ആണോ? രണ്ടും സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ ഇതിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിന്റെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ അത് ഇത്തിരി സ്പോർട്ടിയർ സൈഡ് ആണ്. നമുക്ക് ഇതിന്റെ ആസ്കിങ് വരുന്നത് 75 lakhs ആണ്. 1,02,00,000 രൂപയോളം ഇൻവോയ്സ് വന്ന വണ്ടിയാണ്. ഇതിന് സർവീസ് പാക്കേജ് ഉണ്ട്, വാറന്റി എക്സ്റ്റൻഡഡ് ആണ്, ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ നിന്ന് തന്നെ. ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. അതെ. ഓക്കെ. ഈ വണ്ടി ആകെ ഒരു കൊല്ലം ഈ പറഞ്ഞ പോലെ ഡിസംബറിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡിസംബറിൽ ഒരു കൊല്ലം ആവുള്ളൂ ഈ വണ്ടി. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്ത നല്ല അടിപൊളി വണ്ടി. നമുക്ക് ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് നമ്മൾ 75 lakhs ആണ്. അറൌണ്ട് 25 lakhsന്റെ ഡിപ്രിസിയേഷൻ ഓൾറെഡി കഴിഞ്ഞു നിൽക്കുന്ന വണ്ടിയാണ്. നമുക്കൊരു M340 എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു ബിഗിനർ സ്പോർട്സ് കാർ എന്ന് പറയാം. പ്യുവർ സ്പോർട്സ് കാറിന്റെ ഒരു ത്രില്ല് തരുകയും ചെയ്യും, എന്നാൽ നമുക്കൊരു ഫാമിലി വണ്ടിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എൻതൂസിയാസ്റ്റുകൾക്ക് പറ്റിയ നല്ലൊരു അടിപൊളി M340 ഇവിടെ അവൈലബിൾ ആണ്. റെഡ് കളറാണ് വന്നിരിക്കുന്നത്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ലോ കിലോമീറ്റർ ആണ്, പ്രൈസ് ആണ്, നല്ല ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലോങ് വീൽ ബേസിൽ വരുന്ന ഒരു M330i ആണ് വരുന്നത്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 330 Li എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. Li എന്ന് പറയുന്ന എപ്പോഴും BMW ലിമോസിൻ അല്ലെങ്കിൽ ആ ഒരു ലക്ഷറിയുടെ തന്നെ ഏറ്റവും നമുക്ക് സൈസബിൾ ആയിട്ടുള്ള ഒരു വണ്ടി, ലിമോസിൻ കാറ്റഗറീനെ ഡിഫൈൻ ചെയ്യാനാണ് Li എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. Li എന്ന് പറയുമ്പോൾ പെട്രോൾ വേരിയന്റ് ആണെന്നുള്ളതാണ്. LD എന്ന് പറയുമ്പോൾ ലിമോസിൻ ഡീസൽ വേരിയന്റ് ആണ്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മളൊരു 5 സീരീസിന്റെ സൈസ് തന്നെ ഉണ്ട് നമുക്ക് വണ്ടിക്ക്. എന്നാലും നമുക്ക് ആ ഒരു ഡ്രൈവ് ചെയ്യാനായിട്ട് ആ ഒരു 330i M Sport ആയത് കാരണം കൊണ്ട് അതിന്റെ ഒരു പ്ലഷറും കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. നമുക്ക് മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് നോക്കി ഓടിക്കുകയാണെങ്കിൽ മൈലേജിന്റെ ഒരു ഡ്രൈവും കിട്ടും. അത്യാവശ്യം ഒരു സ്പോർട്സിലൊന്ന് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. അപ്പൊ രണ്ട് നല്ല പെട്രോൾ നല്ല അടിപൊളി വണ്ടി അവൈലബിൾ ആണ്. അപ്പൊ നേരെ കോൺടാക്ട് ചെയ്തോളാം. M340 എക്സോസ്റ്റ് നോട്ടാണ്. അടുത്ത വീണ്ടും BMW മറ്റൊരു കളക്ഷൻ പ്രാവശ്യം വന്നിരിക്കുന്നത് BMW X5 ആണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും X5 ആണ് വരുന്നത്. രണ്ടും M Sport വേരിയന്റ് ആണ്. രണ്ടും ഏകദേശം ഒരേ ഇയറും ഒരേ കിലോമീറ്ററും വരുന്ന ഒരു വണ്ടിയാണ്. രണ്ടും ഏകദേശം ഒരു 80,000 താഴെ ഓടിയിട്ടുള്ള വണ്ടിയാണ്. മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് വരുമ്പോൾ രണ്ടും 16 മോഡലുകളിൽ വണ്ടി തന്നെയാണ് വരുന്നത്. ഇത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ? അതെ. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BMWൽ തന്നെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് വരുന്നുണ്ട്. കാർബൺ ബ്ലാക്ക് എന്നാണ് കളർ. കാർബൺ ബ്ലാക്കിന്റെ എല്ലാവർക്കും ഒരു താല്പര്യം, ഒരു ഇൻതൂസിയാസ്റ്റിനെ സംബന്ധിച്ചോളം ഭയങ്കര താല്പര്യപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. ലൈറ്റിന്റെ അടിയിൽ വരുമ്പോ ഒരു ബ്ലൂ ഷെയ്ഡും, അല്ലാതെ വണ്ടി പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പ്യുവർ ബ്ലാക്ക് വണ്ടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഇത് രണ്ടും നമ്മൾ പ്രൈസും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസാണ്. ബിലോ 40 lakhs ആണ് ഇതിന്റെ പ്രൈസ് രണ്ടിനും. അതെ, രണ്ടും അതർ സ്റ്റേറ്റ് ആണ്, പക്ഷെ രണ്ടും മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതില് നമ്മൾ കീ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് വരുന്നതിൽ നിന്ന് നമ്മുടെ അലോയ് വീൽസും ടയറും ആണ്. നമുക്കിത് ജസ്റ്റ് വെറും 15 കിലോമീറ്റർ, 15,000 അല്ല കേട്ടോ, വെറും 15 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയേഴ്സും അലോയും ആണിത്. അതും അലോയ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇതാണ് റിക്കി റാവുവിന്റെ അലോയ്സ് ആണ്. ഈ അലോയ്സ് എവിടെയും അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഇതിലെ മേജർ ഹൈലൈറ്റ്. ഓണർഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒന്ന് ഓണർഷിപ്പ് വരുന്നത് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ്. അതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതിലും ഒരു കോംബോ ഉണ്ട്. ഓക്കെ. രണ്ടും ഒരേ കാറ്റഗറിയാണ്, ഒരേ സ്പെക് ആണ്, ഒരേ ഇതാണ് വരുന്നത്. രജിസ്ട്രേഷൻ ഒരെണ്ണം PYയും ഒരെണ്ണം DDയും ആണ്. ഓക്കെ. അപ്പോ BMW X5 രണ്ട് കളക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്.
നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ്. ഒരുപാട് അതായത് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുള്ള നല്ലൊരു യുണീക്ക് മോഡലും കൂടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്നില്ല, കോണ്ടാക്ട് ചെയ്താൽ മതി. ഏതൊക്കെയാണ് ബാക്കിയുള്ള നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ അറ്റ് പ്രസന്റ് ഷോറൂം ഡിസ്പ്ലേയിൽ നമുക്ക് 5 സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ സി ക്ലാസ് അവൈലബിൾ ആണ്, ഓഡി A3, നമ്മൾ നേരത്തെ പറഞ്ഞ GLSന്റെ പഴയ ഒരു വേർഷനായ GL350, ഓഡി Q7 ഓൾഡ് ഷേപ്പ്, അതുപോലെ തന്നെ ഇവോക്ക് ഉണ്ട്, റേഞ്ച് റോവറിന്റെ ഇവോക്ക് ഒക്കെ ഉണ്ട്, പ്രാഡോ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വെഹിക്കിൾസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതൊന്നും പോരാതെ നമുക്ക് കുറച്ച് വണ്ടികൾ നമ്മുടെ പുറത്ത് സ്റ്റോക്കിലായിട്ടാണുള്ളത്. നമുക്ക് മസ്താങ് അവൈലബിൾ ആണ്, മസ്താങ് അവൈലബിൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ SLC അവൈലബിൾ ഉണ്ട്, SLC 45 അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് സ്പോർട്സ് സെഗ്മെന്റ് വണ്ടികൾ നമ്മുടെ ഉണ്ട്. 911 ക്യാബ്രിയോലെ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. കുറച്ചധികം വണ്ടികളും കൂടി ഉണ്ട്. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. അതെ, അത്യാവശ്യം ഒന്ന് ടൈറ്റ് പാക്ഡ് ആയിട്ട് ഷോറൂം ഉള്ള. പിന്നെ കുറച്ച് മാറുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടികൾ ഇനിയും റീസ്റ്റോക്കുകൾ വരാനുണ്ട്. ഏത് വണ്ടികളാണെങ്കിലും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. കസ്റ്റമർ പറയുന്ന റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് വണ്ടികൾ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുമാണ്. കോൺടാക്ട് ചെയ്തോളുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആ നമ്പറിൽ ചെക്ക് ചെയ്തിട്ട് കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ? കേട്ടോ, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാലും മതി. നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽ ആണോ വേണ്ടത് അതെല്ലാം പ്രൊവൈഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. അല്ലെങ്കിൽ കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ കളക്ഷൻസിന്റെ കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്താലോ? So thank you so much and advance happy Christmas. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതെ, എല്ലാവർക്കും ഡിസംബർ മാസമാണ്, ഹാപ്പി ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ എല്ലാരും വണ്ടിയൊക്കെ എടുത്ത് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുക. എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളുടെ ഡ്രീം കാർ ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടുന്ന് പറയാം. നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. നിങ്ങൾ പറയുന്ന ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്കിൽ ഇല്ലാത്ത ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ പോലും നമുക്കത് നിങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്ത് തരാനായിട്ട് പറ്റും. അതും ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നത്. നിങ്ങൾ എടുത്തതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഷോറൂം കൂടിയാണ്. ലൊക്കേഷൻ വീണ്ടും പറയാണ്, കാലിക്കറ്റ് തൊണ്ടയാടാണ്, ഫ്ലൈ ഓവറിന്റെ തൊട്ടടുത്ത്. അതായത് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കാലിക്കറ്റ് വരികയാണെങ്കിൽ വിസിറ്റ് ചെയ്യാം. അന്ന് അതല്ലെങ്കിൽ രാവിലെ ഒക്കെ അല്ലെങ്കിൽ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്ന പോലാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരിക അല്ലെ, അതാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മൾ നോക്കുകയാണെങ്കിൽ വിന്റേജ് കാറ്റഗറിയിൽ നമ്മുടെ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള BM-ന്റെ മോഡൽസ് മാത്രമല്ല, W123, 124, നിസാൻ പാട്രോൾ, ഡിഫൻഡർ, ഇതൊക്കെ വിന്റേജ് കാറ്റഗറിയിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്നവർക്കും ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതെ അതെ, ഓക്കെ. ഞാൻ കോൺടാക്ട് ചെയ്ത് ദൂരം നിന്ന് വരുന്നവർ കോൺടാക്ട് ചെയ്ത് വരാൻ പറഞ്ഞ ഈ വീഡിയോ കാണുന്നതിൽ ചിലപ്പോൾ കുറെ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വണ്ടി ചിലപ്പോൾ ഈ സ്റ്റോക്കിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താണെന്നുണ്ടെങ്കിലും വണ്ടികൾ മാറി ഇതായിട്ട് വന്നോണ്ടിരിക്കും. ഈ പോയ വണ്ടികളാണെങ്കിൽ ഇതേപോലെ വരുന്ന വണ്ടികൾ ഇനിയും സ്റ്റോക്കിലും വരും. ഓക്കെ, അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.